ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. ക്രിസ്തുമാർഗത്തിൽ ചരിക്കുന്നവരുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ക്രിസ്തുമാർഗത്തിലൂടെയാണോ ചരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ 3 കാര്യങ്ങളാണ് വചനം നമ്മോട് പറയുന്നത്. ഒന്നാമത്തെ, നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം സത്യത്തിൻ്റെ സുഗന്ധമുണ്ടായിരിക്കും. രണ്ടാമത്, നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. നമ്മെയും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കുന്നവയായിരിക്കും നമ്മുടെ ഓരോ പ്രവൃത്തികളും. മൂന്നാമത്, ദൈവൈക്യത്തിലുള്ള പ്രവൃത്തികളായിരിക്കും ആ പ്രവൃത്തികൾ. അപ്പോൾ ഞാൻ ക്രിസ്തുമാർഗത്തിൽ ചരിക്കുന്നവനാണോ എന്ന് സ്വയം ആത്മശോധന ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കുന്ന മനോഹരമായൊരു വചനഭാഗമാണിത്. എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അപരൻ്റെ നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, അവൻ്റെ ജീവിതത്തിൽ കൃപ ലഭിക്കുവാൻ വേണ്ടി, നന്മ ലഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവൈക്യത്തിൽ ചെയ്യുന്നവയാണ്. അവരെ തളർത്തുന്നതോ തകർക്കുന്നതോ അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അപമാനിക്കുന്നതുമായ ഒരു പ്രവൃത്തിയും ദൈവൈക്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയല്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികളെ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് മനസ്സിലാക്കുവാനായിട്ട് എൻ്റെ ഓരോ പ്രവൃത്തികളും അവരെന്നെ ഒരു വിശ്വാസത്തിലേക്ക്, നന്മയിലേക്ക്, സ്നേഹത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതാണോ എന്ന് നമുക്ക് സ്വയം ആത്മശോധന ചെയ്ത് നോക്കാം. ദിവ്യകാരുണ്യ മുമ്പിൽ നമുക്ക് ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ തമ്പുരാനെ, ക്രിസ്തു മാർഗത്തിലൂടെ ചരിക്കുന്ന മക്കളായി ഞങ്ങളെല്ലാം അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം സത്യസന്ധമായിരിക്കുവാനും ഞങ്ങളെയും അപരനെയും പ്രകാശത്തിലേക്ക് നയിക്കുവാനും ദൈവൈക്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാറുവാൻ ഞങ്ങളുടെ പ്രവൃത്തികളെ നീ അനുഗ്രഹിച്ചാലും അപരന് നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ഉള്ള പ്രവൃത്തികളാകട്ടെ ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളും. അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാം രൂപം പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ദിവ്യകാരുണ്യ ഈശോയെ, ദൈവൈക്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഉടമകളായി ഞങ്ങൾ മാറട്ടെ. സത്യത്തിന്റെ സുഗന്ധവും പ്രകാശത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു വരട്ടെ. ഈശോയുടെ ആത്മാവിന്റെ അനുഗ്രഹമാണ്, ആത്മാവിന്റെ അഭിഷേകമാണ് ദൈവൈക്യത്തിൽ ജീവിക്കുന്ന മക്കളായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ സോദരരെ കാണാൻ, സോദര സ്നേഹത്തിൽ വളരാൻ, നിൻമുഖമവരിൽ കാണാൻ, അവർക്കായർപ്പിതരാകാൻ. എൻ സോദരരെ കാണാൻ, സോദര സ്നേഹത്തിൽ വളരാൻ, നിൻമുഖമവരിൽ കാണാൻ, അവർക്കായർപ്പിതരാകാൻ.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.